സർ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ആചാര ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് BJP വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി. ആദ്യം RSS പറഞ്ഞു ശബരിമല എല്ലാവരും കയറട്ടെ, കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ വിശ്വാസികളുടെയൊക്കെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് അവരും അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോഴും BJP കൊടുവാളും പിടിച്ചു നിന്നു, ഇല്ല ഞങ്ങൾ ആചാരം ലംഘിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ അയ്യപ്പനെയും അടക്കം കൊണ്ടുപോകുന്നത് ഒരു വലിയ ആചാര ലംഘനമാണ്. ശബരിമലയിൽ അത് ഭക്തരുടെ സ്വത്താണ് ശബരിമല. അവിടെ അത് നോക്കാനാണ് ദേവസ്വം ബോർഡിനെയും മറ്റാളുകളെയൊക്കെ നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ കട്ടോണ്ട് പോകാനല്ല. അപ്പോൾ ഈ ഇത്രയൊക്കെ കട്ടളപ്പാളിയും ഈ 397 ഗ്രാം സ്വർണവും പോയി, അതിൻ്റെ അകത്തിരിക്കുന്ന അയ്യപ്പൻ തന്നെ ഒറിജിനൽ ആണോ എന്നറിയില്ല, കോടതി പറയുന്നു അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധമുണ്ടെന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു BJP നേതാവ് പോലും ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ എങ്ങാണ്ട് കൊത്തുപോലെ മഴ കൊണ്ടുവന്ന് തോന്നുന്നു. അതിലപ്പുറം ഇവിടെ ആരും ഒന്നും, അല്ലെങ്കിൽ എല്ലാത്തിനും ഘോര. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിന് വരെ സംസാരിക്കുന്നവരെ ആര്? അതിന്റെ പറയല്ല നമ്മുടെ പ്രശാന്ത് നിൽക്കുന്നത് ഗർഭം തീരുന്നിടം വരെ സമരം ചെയ്യും. അല്ല സോറി, തീരുന്നിടം വരെ സമരം. അതെ, പുള്ളിയുടെ സമരമാണ് മനസ്സിലാകുന്നുണ്ട്. പാലക്കാട് അങ്ങേര് പോലും ഒരു അക്ഷരം മിണ്ടുന്നത് നമ്മൾ കേൾക്കില്ല. അപ്പൊ വീതം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, അതല്ലേ മിണ്ടാത്തത് ആരും. പല BJP നേതാക്കളെയും കാണാനില്ലെന്നൊക്കെ കേൾക്കുന്നുള്ളതാണ് സാർ. BJP നേതാക്കൾക്ക് ഒളിവിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ ഒളിവിൽ, CPM നേതാക്കൾ തെളിഞ്ഞു നിൽക്കുക. കാരണം ഗോവിന്ദനെ അത് കൈകാര്യം ചെയ്യുന്നത്. ഗോവിന്ദൻ പറയുന്നത് കൊള്ളക്കാരനെയും കള്ളന്മാരെയും ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വിഷയമില്ല. ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾക്കറിയാവുന്നതുപോലെ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ആഗ്രഹിക്കുന്ന CPM ആരാ? മോഷ്ടിക്കാത്തവൻ. ഇതിനകത്ത് പലരും കയറും, കണ്ടമാനം ആൾക്കാരുള്ളവരാ. അപ്പോൾ അതിനകത്ത് മോഷ്ടിക്കുന്നവൻ വന്നിട്ടുണ്ടെങ്കിൽ, കൊള്ള നടത്തുന്നവൻ വന്നിട്ടുണ്ടെങ്കിൽ, ശബരിമല ശാസ്താവിൻ്റെ ഒരു തരി സ്വർണം ഏതെങ്കിലും ഒരുത്തൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് പുറത്താക്കും. വാസു മിണ്ടാരി, വാസു അവനും പുറത്ത്, മിണ്ടാരി പത്മകുമാർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാ? CPM. നട്ടലോടുകൂടിയാ പറയുന്നത്. അല്ല, ഗോവിന്ദ മാഷ് കട്ട് കാണത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കകത്തെ ആൾക്കാർ വരിയായിട്ട് ജയിലിൽ കിടക്കും. എന്നിട്ട് പോലും ഈ രീതി സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ കള്ളം നടത്തിയവനെ, കൊള്ള നടത്തിയവനെ ഈ പ്രസ്ഥാനത്തിനകത്ത് അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ എടുത്ത് വെളിയിൽ കളയുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അങ്ങനെ അങ്ങനെ കൊള്ള നടത്തുന്നവൻ കമ്മ്യൂണിസ്റ്റ് അല്ല. അവനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് വെളിയിൽ കളയുന്നു. അവനൊരു സപ്പോർട്ടും ഇല്ല. അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് കൈയിടുന്നുണ്ട്. ഈ സമയത്ത് BJP എന്ത് ചെയ്യും? കോൺഗ്രസ് എന്ത് ചെയ്യും? കാരണം ആചാര ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി, നാട്ടുകാരിളകി, നായന്മാരിളകി, SNDP ഇളകി. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ BJP ഉണ്ടായിരുന്നല്ലോ. സുരേന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുമുടി കെട്ടെടുത്ത് നിലത്തിടുന്നു, അത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു, അത് അടി എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമാകുന്നു. ഒരുപക്ഷെ അതിൻ്റെ നേട്ടം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഉണ്ടായി. ലോക്സഭ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ 2ാം സ്ഥാനം അത് എവിടെ? നിയമസഭയിൽ. ലോക്സഭ പത്തനംതിട്ട കോന്നി മത്സരിച്ചപ്പം ഏതാണ്ട് 3ാം സ്ഥാനമായിരുന്നെങ്കിലും 2ാം സ്ഥാനക്കാരനെക്കാട്ടിൽ ഏതാണ്ട് 10-15 വോട്ടിന്റെ വ്യത്യാസം മാത്രമായിരുന്നു. മാത്രവുമല്ല, അതുവരെ ഉള്ളതിനെക്കാട്ടി ഏതാണ്ട് 1 ലക്ഷം 2 ലക്ഷം വോട്ടോളം അധികം പിടിച്ചു. കാരണം അപ്പം ആൾക്കാർ അംഗീകരിച്ചാണല്ലോ ശബരിമല വിഷയത്തിനകത്ത് BJP, അല്ലെങ്കിൽ ആചാരലംഘനം ശബരിമല വിഷയത്തിനകത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്, അത് ഹിന്ദു എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഹ്മണൻ തൊട്ട് താഴെയറ്റം വരെയുള്ള, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളും ഒരുപോലെ നിന്നു ആ വിഷയം. ഇപ്പം അതിനെക്കാട്ടി വലിയൊരു വിഷയമല്ലേ ഈ പറയുന്ന കൊള്ള? ഇതിനകത്ത് മൊത്തം CPM അല്ലേ വന്നിട്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് 2016 ശേഷം 2019 തൊട്ട് 25 വരെയല്ലേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇന്നത്തെ വാർത്തയനുസരിച്ചാണെങ്കിൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഇതിനകത്ത് കൊള്ള നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രശാന്തിനെതിരെ സംശയം വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കൃത്യമായ ഇടവേള നടത്തിക്കൊണ്ടിരുന്ന കൊള്ളയാണല്ലോ. അതിന് കൃത്യമായ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ, കൃത്യമായ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് BJP ഇതിനകത്ത് വേണ്ട രീതിയിലുള്ള ഒരു സമരവും, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രചരണം? ഇപ്പോൾ ഇലക്ഷൻ വരുമല്ലേ, തദ്ദേശ സമരം. കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണക്കൊള്ളയൊക്കെ പൂച്ചം പറയുന്നുണ്ടെന്നാ തോന്നുന്നു. പാട്ടുമൊക്കെ ഉണ്ട്. BJPക്ക് അനക്കുകയേ ഇല്ല കേട്ടോ.
അതെന്താ BJPക്ക് ഇക്കാര്യത്തിനകത്ത് അനക്കമില്ലാത്ത? യഥാർത്ഥത്തിൽ അനക്കമില്ലാതെ കോൺഗ്രസിനാണ്. കാരണം രാഹുലിന്റെ ഗർഭം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇവർക്ക് എവിടെ പറയാൻ? അപ്പം അനക്കമില്ല. ഇപ്പം രാഹുലിന്റെ ഗർഭത്തിന്റെ പുറകിലാ BJPയുടെ. ഇപ്പൊ പ്രശാന്ത് എന്ന് പറയുന്ന പാലക്കാട്ട് ഒരു നേതാവുണ്ടല്ലോ, പുള്ളി ഗർഭം തീരും വരെയും സമരം ചെയ്യും, അല്ല പുള്ളി MLA ഒക്കെ ഇറങ്ങുന്നിടം വരെയും സമരം ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. കാരണം ഇതൊക്കെ അത് പാർട്ടിക്കാരി വരെ പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നത് രാഹുലിന്റെ ഗൽപ്പ് ഒരു കാലത്തും തീരത്തില്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയുടെ മാതൃകയാണ് അദ്ദേഹം എന്നാണ്. അതായത് ഈ കേരളത്തിലെ കേരളത്തിന് പുറത്തെ രാഹുൽ ഗാന്ധിയുടെ മാതൃകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അതിനകത്ത് വീണ്ടും പ്രശ്നമായി, ഇവനെ പുറത്താക്കണം അല്ലെങ്കിൽ ഇവനെ ഇതിനകത്ത് ഇരുത്തണം, അത് അവരുടെ പ്രശ്നം. പോട്ടിത് ഞാൻ ചോദിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു വിഷയം, ജനത്തിന്റെ ഒരു വിഷയം. രാഹുലിന്റെ ഗർഭം എന്ന് പറഞ്ഞാൽ ആ രാഹുലിന്റെ മൊറാലിറ്റിയുടെയും പാർട്ടിയുടെ മൊറാലിറ്റിയുടെയും പെണ്ണിന്റെ വിഷയമായിട്ട് മാത്രം നിൽക്കുന്ന. മാത്രവുമല്ല, പെണ്ണ് വെളിയിൽ വന്നിട്ടില്ലല്ലോ, പെണ്ണ് ഇതുവരെ പരാതിയായിട്ട് വന്നിട്ടില്ല. പിന്നെ ആർക്കാ ഇത്ര പ്രശ്നം എന്നാ എൻ്റെ ഒരു അഭിപ്രായം. പെണ്ണ് പരാതിയായിട്ട് വരത്തില്ല. എവിടെ എന്നെ ഗർഭം നശിപ്പിച്ചു എന്നുള്ള സൗണ്ടല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഏതാണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ആരോ പറയുന്നു എന്നെ ഗർഭം നശിപ്പിച്ചു, എന്നെ പിടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ എന്നെ മറ്റേ ചെയ്തു മറിച്ചേ ചെയ്തു. ശരിയാണോ? ഞാൻ കേൾക്കുന്നത് അങ്ങനെ. സൗണ്ട് പോലും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും വ്യക്തതയിലും അല്ല. അപ്പോൾ അതേ രീതിയിലേ വരുന്നുള്ളൂ. ഇത് ആ പരാതിക്കാരുണ്ടോ? പലവട്ടം CBI ചോദിച്ചു, ക്രൈംബ്രാഞ്ച് ചോദിച്ചു, പരാതി ഉണ്ടോ, ഗർഭപരാതി ഉണ്ടോ, ഗർഭപരാതി ഉണ്ടോ? ഒരു പരാതിയില്ല, ആളിനെ കാണാനില്ല. ഇതിനു വേണ്ടി പോലീസ് അലഞ്ഞ വേറൊരു കേസില്ല. എല്ലാ വീട്ടിലും ചെന്ന് തട്ടിയിട്ട് രാഹുൽ ഗർഭിണിയാക്കി. അതുപോലും പോലീസ് നോക്കി. ആവുന്ന തവണ 86 നോക്കി. നേരത്തെ ഒരു നടി ഉണ്ടായിരുന്നു, ഏതാണ്ട് ഇവർ പരാതി പറഞ്ഞത്, എനിക്കെതിരെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞത്. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനും തോന്നി. വേറെ ഒരു ട്രാൻസ്ജെൻഡർ അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ഇതൊക്കെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ആർക്കും പരാതിയില്ല. പരാതിയായിട്ട് പോലീസ് എന്ന് പറഞ്ഞു, ഇല്ല പരാതിയില്ല, ഇല്ല ഞങ്ങൾക്കൊരു വിഷയമില്ല, ഇനിയും അനുവദിക്കും. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ അവരിപ്പോൾ നേരത്തെ അവർക്ക് സിനിമാ നടിയാവണോ? ഞാനതിനെ ഒരു സിനിമയ്ക്കകത്തും കണ്ടു. അവരൊരു നേരത്തെ ഒരു സിനിമ നടി വന്നതിന് തമിഴ്നാട് പോലീസ് കസ്റ്റഡി കൊണ്ടുപോയി വെളിവിട്ടോന്ന് പോലും അറിയത്തില്ല. അറിയാവോ? മുകേഷ് പീഡിപ്പിച്ചു, ബാലേന്ദ്രൻ കിടക്കെ എണീക്കാൻ വയ്യാത്തമാര് വരെ പീഡിപ്പിച്ചെന്നാ പറഞ്ഞത്. അതിന്റെ മുഖത്ത് നോക്കിയാൽ ഇത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലേ. അവരടുത്ത് പീഡിപ്പിച്ചു. അവസാനം തമിഴ്നാട് പോലീസ് വന്ന് ഇവിടുന്ന് ഇവരുടെ പണി എന്തുവായിരുന്നു ചെയ്തായിരുന്നു. അപ്പം ഇവരെയും കൊണ്ടുപോയി ഈ പണി ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ടായിരുന്നു, അവരെ എല്ലാം കൂടെ പോലീസൊക്കെ കൊണ്ടുപോയി. അപ്പം അതുപോലെ ഈ സിനിമയിൽ അത് ഞാൻ നടിയാണ്, ഞാൻ മാത്രമാണ് നടി, ഞാൻ സിനിമാ നടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല വേറൊരു സിനിമയിൽ ഇനി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇനി സിനിമ കാണാത്തോണ്ടാണ്. അതിനൊരു പേര് കിട്ടി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കെയർ ഓഫിൽ. അല്ലാതെ അന്വേഷിച്ചപ്പം അവർക്കും പരാതിയില്ല, ട്രാൻസ്ജെൻഡർക്കും പരാതിയില്ല, ഈ എന്ന് പറയുന്ന ഗർഭിണിക്കും പരാതിയില്ല. അപ്പം അതിൻ്റെ പുറകെ BJPക്ക് നിൽക്കാൻ സമയമുണ്ട്. അതിന്റെ പറയല്ലേ പാലക്കാട് പ്രശാന്ത്, സർവശക്തനായ പ്രശാന്ത് അല്ലെ, പുള്ളി അതിന്റെ പുറകെ നിൽക്കുക. വേറെ ബൈറ്റൊക്കെ കൊടുത്തു. സ്വർണ്ണക്കൊള്ളയ്ക്കകത്തൊരു പ്രശ്നമില്ല. രാഹുലിന്റെ ഗർഭമാണ്, സ്വർണ്ണക്കൊള്ളയല്ല വിഷയം, രാഹുലിന്റെ ഗർഭമാണ്. സ്വർണ്ണക്കൊള്ള ഇങ്ങനെ നിൽക്കുക. വിഷയമില്ലാത്തതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഇറങ്ങാത്തത്. സ്വർണ്ണക്കൊള്ള മൊത്തം CPM അകത്തോട്ട് പോവുക ക്യൂ ആയിട്ട്. ഇപ്പൊ കടകംപള്ളിയെ പിടിക്കാൻ നോക്കുന്നു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിനെ പിടിക്കാൻ നോക്കുന്നു, ജയറാം ആങ്കി ക്യൂവിൽ നിൽക്കുന്നു. ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. BJP നേതാക്കന്മാർ മൊത്തം ഒളിവില്ല. സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് ഇപ്പൊ ആരാ ഒളിവരെന്നറിയാം? CPM അല്ല, CPM വെളിയില്ല. CPM പിടിക്കടാ, എല്ലാത്തിനും പിടിക്കാത്തില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞ കൈ കള്ളന്മാരൊന്നും ഈ പാർട്ടിക്കകത്ത് വേണ്ട, മൊത്തത്തിനകത്ത്. ഈ പാർട്ടി ആൾക്കാർ വിശ്വസിക്കുന്നത് നല്ല ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവുമെന്ന് ഗോവിന്ദ മാഷിനറിയാം. അപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത് അയ്യപ്പനാ ഞാൻ, പിണറായി സാർ പറയുന്നത് തത്വമസി, ഞാനാണ് അയ്യപ്പൻ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവന്മാര്. എന്നിട്ട് ഈ അവസരം കിട്ടിയിട്ട് പോകുന്നില്ല. കാരണം ഇതിനകത്ത് എന്തോ കൈയെടുക്കാൻ വയ്യാത്ത രീതിയിൽ ലോക്കായിട്ടുണ്ട് എവിടോ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ 2000 എപ്പോഴും കൊള്ള വാർത്ത മാധ്യമങ്ങൾക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ലായിരുന്നു. ഇതിനകത്ത് ഇവർ പറയുന്നത് എങ്ങനെയാലും എളുപ്പം തീരണേ ഭഗവാനെ അയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇത് വിശാലമായിട്ട് അന്വേഷിച്ചാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മിണ്ടാതിരിക്കുന്ന പലരും ഉണ്ടാകും. കാരണം എന്തിനാ ചുമ്മാതെ ഈ കോടതി ഇവരുടെ തലവേദന എന്ന് പറയും, ദൈവമേ ഈ നശിച്ച കോടതി ഇതിനകത്ത് കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് എങ്ങനെയാലും തീർന്നു പോകാൻ, ഇത് എവിടെയൊക്കെ ചെല്ലും, എങ്ങനെയൊക്കെ ചെല്ലും, എവിടോട്ടൊക്കെ ചെല്ലും, സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു DGP അല്ലേ ഇതിൻ്റെ തലവൻ. ആകപ്പാടെ നാശമാണ്. ഇത് വിശാലമായിട്ട് അന്വേഷിച്ചാൽ ഇനി എന്തൊക്കെ അന്വേഷിക്കുന്നത്?
പലരുടെയും മൂട്ടി തീ കത്തിച്ചിട്ടേക്കുമെന്ന് പറഞ്ഞിട്ടേക്കുവാ. കാരണം പപ്പൻ കയറി എന്തൊക്കെ പറയുന്നു പപ്പൻ അറിയത്തില്ല. നാളെ പപ്പനെ കത്തി പപ്പൻ പറയും ഞാൻ പെട്ട് ഞാൻ പെട്ട് അങ്ങനെ വെളിയിൽ എടുത്തിനും ഇരിക്കണം. 2007 തൊട്ട് പോറ്റി എന്ത് കൊടുക്കുമായിരുന്നു. ഈ പോറ്റി ഇവരറിയാത്ത എന്തൊക്കെ ചെയ്തു എന്തായാലും എൻ്റെ കുടുംബം പോയി, എൻ്റെ മാനം പോയി, എൻ്റെ രാഷ്ട്രീയമായി പോയി. അങ്ങനെ എല്ലാവരും സൂചിക്കണ്ട. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് വരാം, BJP വരാം, പല മുൻമന്ത്രിമാർ വരാം, MP-മാർ വരാം, MLA-മാർ വരാം. ഇത്രയൊക്കെ ഉള്ള കാര്യം. അതാ ഈ സമരം ആരെയും കാണുക. അതാണ് ഈ സമരം ഐക്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയൊരു അവസരം. അതിനുശേഷം 2026 ഇവിടെ ഭരിക്കാൻ നിൽക്കുന്ന BJP വേണമെങ്കിൽ ഇച്ചിരി സീറ്റ് കുറഞ്ഞിട്ട് പ്രതിപക്ഷമാകാൻ നിൽക്കുന്ന BJP. പക്ഷെ നല്ലൊരു ജനം പറഞ്ഞാൽ കേൾക്കുന്ന, ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മുദ്രാവാക്യം വിഴുങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷം അതിനകത്ത് കോൺഗ്രസും BJP യും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.